நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുവെമ്പാവയിലെ അടുത്ത ഒരു പാട്ടിലേക്ക് നാം കിടക്കുകയാണ്. ഒരു തോഴി തൻ്റെ സുഹൃത്തായ മറ്റൊരു തോഴിയോട് ശിവസ്തുതി നടത്തുന്നതാണ് ഇതിലെ ഇതിവൃത്തം. നോക്കൂ, പ്രേമമാ ജ്യോതിസ്വരൂപനോടെന്നല്ലേ പേശുമ്പോൾ രാപ്പകലോതി നീയും പൂമത്തയോടെപ്പോൾ നീ പ്രേമമാർന്നെന്ന് വിസ്മയമാർന്നു പോയി തോഴി ഞാനും. ചീച്ചി കളിവാക്ക് ചൊല്ലുവതിവിടം ഉചിതമല്ല തോഴിമാരോർത്തുകൊള്ളുവിൻ. വിണ്ണോർ വണങ്ങുവാൻ പേടിക്കും മലരടി തന്ന് അരുളിയിടുവാൻ വന്നോരീശൻ. തേജസ്വിയാകുമാ കൈലാസവാസന് തില്ലയിൽ ചിറ്റമ്പലത്തിനുള്ളിൽ നിൽക്കുന്ന ദേവന് നമ്മൾ അടിമകളെന്നത് തോഴി നീ ഓർത്തുകൊള്ളൂ. അല്ലയോ തോഴി, നീ ഓർക്കുക, ശിവനെ പരിഹസിക്കുന്ന വാക്കുകളൊന്നും പറയരുത്. കാരണം എന്താ? നമ്മളെല്ലാം തന്നെ തില്ലയിൽ ചിറ്റമ്പലത്തിനുള്ളിൽ നിൽക്കുന്ന ദേവന് അടിമകളാണ്. നമ്മൾ അടിമകളാണ്, ശിവൻ്റെ അടിമകളാണ്. തില്ലയിൽ നടനമാടുന്ന ചിറ്റമ്പലത്തിനുള്ളിലുള്ള ആ ശിവഭഗവാന്റെ അടിമകളാണ് നമ്മൾ. നമ്മൾ എന്താണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രേമമാ ജ്യോതിസ്വരൂപനോടെന്നല്ലേ പേശുമ്പോൾ രാപ്പകൽ ഓതി നീയും. രാപ്പകൽ അല്ലയോ തോഴി, നീ ശിവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂമത്തയോടെപ്പോൾ നീ പ്രേമമാർന്നെന്ന് വിസ്മയമാർന്നു പോയി തോഴി ഞാനും. നീ ഈ പൂമത്തയോടാണല്ലോ ഇപ്പോൾ നിനക്ക് സ്നേഹം, അത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. നീ ഇതുവരെ ശിവനെ സ്തുതിച്ചു കൊണ്ടിരുന്ന നീ ഇപ്പോൾ പൂമെത്തയെ, കിടക്കുന്ന മെത്തയെ ആലിംഗനം ചെയ്ത് ആ മെത്തയെ സ്തുതിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തോഴിക്ക് ദേഷ്യം വരികയാണ്. ചീച്ചി കളിവാക്ക് ചൊല്ലുവത് ഇവിടെ ഉചിതമല്ല തോഴിമാരോർത്തുകൊള്ളുവിൻ. ഒരു കാര്യം ഓർക്കുക, ഇവിടെ കളിതമാശകൾക്കല്ല സ്ഥാനം, ശിവഭക്തിക്കാണ് സ്ഥാനം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഴ്വാക്കുകൾ പറയാതെ. കാരണം എന്താ? ശിവൻ എങ്ങനെയുള്ളവരാണ്? വിണ്ണോർ വണങ്ങുവാൻ പേടിക്കും മലരടി തന്ന് അരുളിയിടുവാൻ വാണൊരീശൻ. വിണ്ണോർ പോലും, ദേവന്മാർ പോലും ഭയപ്പെടുന്ന, വണങ്ങുവാൻ പോലും പേടിക്കുന്ന മലരടികളുള്ള ആ ശിവഭഗവാനെ നാം വന്ദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആ പാഴ്വാക്കുകൾക്ക് പ്രസക്തിയില്ലാതെ പറയരുത്. തേജസ്വിയാകുമാ കൈലാസവാസന് തില്ലയിൽ ചിറ്റമ്പലത്തിനുള്ളിൽ നിൽക്കുന്ന ദേവന് നമ്മൾ അടിമകൾ. തേജസ്വരൂപിയായ ശിവഭഗവാൻ എവിടെയാണ് നിൽക്കുന്നത്? തില്ലയിൽ, ചിദംബര ക്ഷേത്രത്തിലെ ചിറ്റമ്പലത്തിനുള്ളിലാണ് ശിവഭഗവാൻ കുടികൊള്ളുന്നത്. ആ ശിവഭഗവാന്റെ അടിമകളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ആ ശിവൻ്റെ അടിമകളായ നാം ശിവനിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഇവിടെ പറയുന്നത്. നാം ശിവൻ്റെ അടിമകളായതുകൊണ്ട് ശിവൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് തോഴി തൻ്റെ തോഴിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പാഴ്വാക്കുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പാഴ്വാക്കുകൾ പറയരുത്, നിസാര വാക്കുകൾ പറഞ്ഞ് സമയം കളയരുത്. ശിവപൂജയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. കാരണം നമ്മളെല്ലാം ശിവൻ്റെ അടിമകളാണ്. അതുകൊണ്ട് ശിവനിയമം നാം പാലിക്കണം.
അതാണ് ഇവിടെ തോഴി മറ്റു തോഴിമാരോട് പറയുന്നത്. അതായത് നമ്മളെല്ലാം ശിവൻ്റെ അടിമകളായതുകൊണ്ട് ശിവനിയമങ്ങൾ പാലിച്ചു വേണം സംസാരിക്കാനും പ്രവർത്തിക്കാനും. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ നമുക്ക് നൽകുന്ന ഉപദേശം കൂടിയാണ്. നമ്മൾ ശിവൻ്റെ അടിമകളായി ശിവൻ തിരഞ്ഞെടുത്തുവെങ്കിൽ, അതായത് നമ്മൾ ശിവൻ്റെ അടിമകളായി തീർന്നുവെങ്കിൽ നാം തീർച്ചയായിട്ടും ശിവൻ്റെ 7 കർമ്മ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മാണിക്യവാചകർ സൂചിപ്പിക്കുന്നത് ശിവൻ്റെ അടിമയായ ഒരു വ്യക്തി ശിവമാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ, ശിവൻ്റെ നിയമങ്ങളനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. ശിവൻ്റെ 7 കർമ്മ നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ നിയമങ്ങളിലെ പലതും തിരുക്കുറളിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ആ 7 നിയമങ്ങളെക്കുറിച്ചിട്ട്, ശിവനിയമങ്ങളെക്കുറിച്ച് നോക്കാം. അതിലെ ഒന്നാമത്തേത് സന്തുലന നിയമമാണ്. സന്തുലനം, അതായത് ബാലൻസ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു കർമ്മ നിയമമാണ് ഈ സന്തുലന നിയമം. അതായത് സന്തുലമായ രീതിയിൽ ജീവിക്കുക. ഇത് ബുദ്ധ ഭഗവാൻ പറയുന്ന മധ്യമാർഗവുമായി ബന്ധപ്പെട്ടതാണ്. നടുമാർഗം എന്നാണ് ശൈവ സിദ്ധാന്തത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സാധകൻ നടുമാർഗത്തിലൂടെയാണ്, സന്തുലന മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ശൈവ സിദ്ധാന്തത്തിൽ നടുമാർഗത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് കാണാവുന്നതാണ്. നടുമാർഗം എന്താണെന്നും ആ നടുമാർഗത്തിൻ്റെ സവിശേഷത എന്താണെന്നും അതിൻ്റെ ഒരു ചെറിയ ചുരുക്കം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതായത് സുഖവും ദുഃഖവും ഉണ്ട്. സുഖത്തിൽ അധികം സുഖിക്കാതെ, ദുഃഖത്തിൽ അധികം ദുഃഖിക്കാതെ ഒരു സമതുലിതമായ സന്തുലിതമായ ഒരു മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അതായത് മധ്യമാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. സന്തോഷത്തിലധികം സന്തോഷിക്കുകയോ ദുഃഖത്തിലധികം ദുഃഖിക്കുകയോ വേണ്ട. അല്പസ്വല്പമൊക്കെ ദുഃഖിച്ചിട്ട് അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ അമിതമായ സന്തോഷത്തിൻ്റെ ആ ലഹരിയിൽ അങ്ങോട്ട് വീഴരുത്. അതായത് രണ്ടിൻ്റെയും, സന്തോഷത്തിൻ്റെയും അതേപോലെ ദുഃഖത്തിൻ്റെയും ഒരു നടുമാർഗം, മധ്യമാർഗം സ്വീകരിക്കുക. ഇത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാര്യത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു മധ്യമാർഗമാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ തീവ്രതരമായൊരു തലത്തിലേക്കല്ല, മറിച്ച് സന്തുലിതമായ സമചിത്തതയോടെയുള്ള ഒരു മാർഗമാണ് ഈ നടുമാർഗം. നടുമാർഗത്തെക്കുറിച്ച് ശൈവ സിദ്ധാന്തത്തിൽ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് വിശദമായി കാണാം. പിന്നെ പ്രവർത്തന പ്രതിപ്രവർത്തന നിയമം, അതായത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ലോ ഓഫ് ആക്ഷൻ, കർമ്മ നിയമം എന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തികൾക്കെല്ലാം ഒരു പ്രതിപ്രവർത്തനമുണ്ടോ? അതാണ് ന്യൂട്ടൻ്റെ പ്രശസ്തമായ നിയമം. എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണ് കർമ്മ നിയമം. അതായത് ഏതൊരു പ്രവൃത്തിക്കും ഒരു പ്രതികർമ്മമുണ്ടാകും. കർമ്മഫലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ കർമ്മവും കർമ്മഫലവും രണ്ടും ഒരാൾ അനുഭവിച്ചേ തീരൂ. ഞാൻ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേ തീരൂ. അതാണ് ആക്ഷനും ആൻഡ് റിയാക്ഷനും. അപ്പോൾ ഈ കർമ്മഫലത്തെ അനുഭവിക്കാൻ വേണ്ടി എനിക്ക് ചിലപ്പോൾ അനേകം ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഇതാണ് കർമ്മനിയമത്തിലെ വളരെ പ്രശസ്തമായ ഒരു തിയറി. അതായത് ഈ ജന്മത്തിൽ ചിലപ്പോൾ നാം ഒരു തെറ്റും ചെയ്തു കാണില്ല, എന്നിട്ടും നമുക്ക് ചില ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് ചിലപ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞു പോയ കാലത്തിലെ ജന്മങ്ങളിലെ ആ പ്രവൃത്തിയുടെ ഫലം ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഒരു കുഞ്ഞ് കാഴ്ചയില്ലാതെ ജനിക്കേണ്ടി വരുന്നു.
ആരാണതിന് ഉത്തരവാദി? അത് ആ കുഞ്ഞിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഏതോ കർമ്മത്തിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഭാരതീയ ദർശനത്തിലെ കർമ്മഫലത്തെ വിശദീകരിക്കുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾ ഉണ്ടാകും. ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ ഒരാൾക്ക് മോചനമില്ല. ഈ നിയമം നടപ്പിലാക്കുന്നത് ആരാണ്? ശിവഭഗവാനാണ്. അപ്പോൾ ഈ കർമ്മ നിയമത്തിൻ്റെ അധിനായകൻ ശിവനാണ്. പിന്നീട് മൂന്നാമത്തെ നിയമമുണ്ട്. അത് പരിണാമ നിയമമാണ്. എല്ലാം പരിവർത്തനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏതും പരിവർത്തനത്തിന് വിധേയമാണ്. ഒന്ന് മാത്രം പരിവർത്തനത്തിന് വിധേയമല്ല, സത്യമാകുന്ന ബ്രഹ്മം. മറ്റെല്ലാം തന്നെ പരിവർത്തനത്തിന്, പരിണാമത്തിന് വിധേയമാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ വാക്കാണ് ഇത്. ഈ പരിണാമമാണ് ജീവിതത്തെ കൂടുതൽ സന്തുഷ്ടമാക്കി അല്ലെങ്കിൽ സമാധാനപൂർണ്ണമാക്കി മാറ്റുന്നത്. അതായത് ഈ നിമിഷത്തിലെ സംഭവങ്ങൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോകും. അതുകൊണ്ടാണ് പല യോഗീശ്വരന്മാരും പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഈ നിമിഷമാണ് യാഥാർത്ഥ്യം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഈ നിമിഷവും അപ്രത്യക്ഷമാകും, പരിണാമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം പരിണാമത്തിന് വിധേയമാകും. ഈ പരിണാമം നടത്തുന്ന ദേവനാണ് ശിവൻ. പിന്നെ മറ്റൊന്ന് നിർമ്മമത്വം, ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന അവസ്ഥ. എല്ലായ്പ്പോഴും നാം ജീവിക്കേണ്ടത് നിർമ്മമതയോടെയാണ്. ഒന്നിനോടും അങ്ങോട്ട് പറ്റിച്ചേരരുത്, അല്പം വേറിട്ട് നിൽക്കണം. ഈ ഉപനിഷത്തുകളിലെല്ലാം നല്ലൊരു അലങ്കാര കൽപ്പന ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് താമരയിലയിലെ വെള്ളത്തുള്ളി താമരയിലയിൽ ആണ് കുടികൊള്ളുന്നതെങ്കിലും ആ വെള്ളത്തുള്ളി താമരയിലയെ ബാധിക്കുന്നതില്ല, താമരയിലയിൽ പറ്റിപ്പിടിക്കുന്നുമില്ല. ഏത് നിമിഷവും കാറ്റടിച്ചാൽ ആ താമരയിലെ വെള്ളം പുറത്തേക്ക് പോകാം. അങ്ങനെയുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു നിർമ്മമത, ഈ നിർമ്മമതയാണ് ജീവിതത്തെ കൂടുതൽ ശാന്തിപൂർണമാക്കി മാറ്റുന്നത്. ഇതാണ് മറ്റൊരു നിയമം, ദ ലാ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. അതിൻ്റെ അതിനായകനും ശിവഭഗവാനാണ്. പിന്നെ ആറാമത്തേത് ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ. അത് ആത്മസാക്ഷാത്കാരത്തിനുള്ള പല ഉപാധികളും നാം തിരുമന്ത്രത്തിൽ കാണുകയുണ്ടായി. പിന്നെ അടുത്തത് ആറാമത്തത് സ്നേഹവും അനുകമ്പയും. ജീവിതത്തിൻ്റെ മൗലികമായ നിയമമാണ് സ്നേഹവും അനുകമ്പയും, ലവ് ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഈ സ്നേഹവും അനുകമ്പയത്തെക്കുറിച്ചിട്ട് ഒരുപാട് ദർശനങ്ങൾ തമിഴ് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് നമ്മുടെ ദാർശനിക ശാഖയിൽ വരുന്ന അഹിംസാ സിദ്ധാന്തവും അതേപോലെ സ്നേഹ ദർശനവുമാണ്. ശിവൻ തന്നെയാണ് സ്നേഹം എന്നാണ് ശൈവ സിദ്ധാന്തികൾ പറയുന്നത്. ശിവനാണ് സ്നേഹം. അതറിയാത്തവർ ശിവനും സ്നേഹവും രണ്ടാണെന്ന് കരുതുന്നു എന്ന് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പാടുന്നുണ്ട്. അപ്പോൾ ഈ ലാ ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശിവനിയമമാണ്. സ്നേഹിക്കുക, അതേപോലെ തന്നെ അനുകമ്പ കാണിക്കുക, സഹജീവികളോട്, മറ്റ് ജീവജാലങ്ങളോട്, പ്രകൃതിയോട് അനുകമ്പ കാണിക്കുക. അങ്ങനെ സന്തുലിതമായ സമചിത്തതയുള്ള ഒരു ജീവിതം നയിക്കുക. ഈ ലവിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് തിരുവള്ളുവരുടെ തിരുക്കുറളിലാണ്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. തിരുക്കുറളിലെ 8-ാം അധികാരത്തിന് സ്നേഹം, ഇമ്പം എന്നാണ് തിരുവള്ളുവർ പേരിട്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ മറ്റു ചില ഭാവങ്ങളെ മറ്റ് അധികാരങ്ങളിൽ തിരുവള്ളുവർ തിരുക്കുറളിൽ ചിത്രീകരിക്കുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ച്
തിരുവള്ളുവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജീവന് സ്നേഹവുമായി ഗാഢബന്ധമുണ്ട്. ജീവന് ശരീരത്തോട് ഗാഢബന്ധമുണ്ടായത് സ്നേഹത്തിൻ്റെ സമ്പർക്കത്തിലാണ്. സ്നേഹം നിമിത്തം ജീവിതാശയും പരിശുദ്ധിയും മനോഹരവുമായ ലോകപ്രേമവും ഉണ്ടാകും. ഈ ലോകത്തിൽ സ്നേഹശീലനായി ജീവിച്ചതിൻ്റെ ഫലമാണ് പരലോകത്തിൽ അനുഭവിക്കുന്ന ആനന്ദം. സ്നേഹം ധർമ്മത്തെ നിലനിർത്തുന്നു. അധർമ്മത്തിൽ നിന്ന് മനുഷ്യനെ ധർമ്മത്തിലേക്ക് നയിക്കുന്നത് സ്നേഹമാണ്. എല്ലില്ലാത്ത പുഴുക്കളെ കഠിനമായ വെയിൽ വാട്ടുന്നത് പോലെ ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത മനുഷ്യനെ ധർമ്മം ഉണക്കിക്കളയും. ഉള്ളിൽ സ്നേഹമേശാത്തവൻ്റെ ജീവിതം കൽത്തറയിൽ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ നിൽപ്പ് പോലെ പ്രയോജനശൂന്യമാണ്. സ്നേഹമാകുന്ന അന്തരീന്ദ്രിയമില്ലാത്തവർക്ക് ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് സിദ്ധിക്കാനാണുള്ളത്? അങ്ങനെ അല്ലാത്തതെല്ലാം അസ്ഥി തോലിൽ പൊതിഞ്ഞ കോലം മാത്രമാകുന്നു. ഇതുതന്നെയാണ് കുമാരനാശാനും തൻ്റെ കാവ്യങ്ങളിലെല്ലാം തന്നെ ഈ സ്നേഹത്തെ വിശദീകരിക്കുന്നത്. സ്നേഹമാണ് അഖിലസാരമൊഴി സ്നേഹസാരമിക സത്യം ഏകമാമെന്നാണ് കുമാരനാശാൻ പാടുന്നത്. അപ്പോൾ ഇതാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ശിവനിയമമാണ്. ശിവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 7 നിയമങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ളത് ഈ ലവ് ആൻഡ് കമ്പാഷൻ, അനുകമ്പയും സ്നേഹവും അനുകമ്പയും ഇല്ലാത്ത മനുഷ്യൻ ശരിക്കും പുഴുവിന് സമമായ ഒരു ജീവിതം നയിക്കുന്നവനാണ് എന്നാണ് തിരുവള്ളുവർ തിരുക്കുറളിൽ പറയുന്നത്. ഇനി അടുത്തത് ലോകത്തിലെ ഏകലോകസങ്കല്പം. അത് ശിവനിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട 7ാമത്തെ നിയമമാണ്. ഏകലോകസങ്കല്പം, വൺ വേൾഡ് എന്ന യൂണിവേഴ്സൽ വൺനെസ്. ഇതാണ് ലോകത്തിൽ നമുക്ക് മനസ്സമാധാനം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവനിയമം, ദ ലാ ഓഫ് യൂണിവേഴ്സൽ വൺനെസ്. അതായത് നമ്മളുടെ പ്രാർത്ഥനയൊക്കെ അതുതന്നെയാണ്. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്നാണ് ഉപനിഷത്ത് മന്ത്രം. ലോകത്തിന് മുഴുവനും സുഖം ഭവിക്കട്ടെ. ഇതാണ് ശിവൻ്റെ 7 കർമ്മ നിയമങ്ങൾ. ഈ കർമ്മ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, അതായത് ശിവമാർഗത്തിലൂടെ ചരിക്കുന്ന ഒരാൾക്ക് ശരിക്കും നമ്മുടെ ഒരു ഇന്നർ പീസ് എന്ന് പറയില്ലേ, നമ്മുടെ മനസ്സമാധാനം എന്ന് പറയുന്നില്ലേ, അതെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 7 ശിവകർമ്മ നിയമങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ തോഴിമാരുടെ ഈ വാക്കുകളിലൂടെ ശിവമാർഗത്തിലേക്ക് സഞ്ചരിക്കുക, ശിവകർമ്മത്തിൽ സഞ്ചരിക്കൂ, നമ്മളെല്ലാം ശിവൻ്റെ അടിമകളാണ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മാണിക്യവാചകർ നമ്മളോട് വാചാലമായി സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും കിടക്കാം. ഓം ശിവായ നമഃ.